ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ സി വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. എ സി വോൾട്ടേജ് ഒരു ഇൻഡക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എ സി വോൾട്ടേജിനെ കുറിച്ചും എ സി കറണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് എ സി കറണ്ട് അല്ലെങ്കിൽ എ സി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം ഒരു ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നൊരു സിഗ്നലാണത്. സംടൈംസ് പോസിറ്റീവ് ആവാം, ചില സമയങ്ങളിൽ നെഗറ്റീവ് ആവാം, ചില സമയങ്ങളിൽ സീറോ ആകാം. ഇങ്ങനെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ എ സി കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇൻഡക്ടർ? ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലാണ്. ഈ കോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട്, ഇപ്പോൾ ഇൻ കേസ് ഒരു ഇൻഡക്ടർ അതിനൊപ്പം തന്നെ ഒരു ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മളൊരു ഡി സി കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ ബൾബ് നല്ല ഗ്ലോയിലായിരിക്കും കത്തുന്നത്, നല്ല പ്രകാശത്തിലായിരിക്കും കത്തുന്നത്. ഇൻ കേസ് ഇനി അതിൻ്റെ കൂടെ ഡി സി കറണ്ട് മാറ്റിയിട്ട് നമ്മൾ എ സി കറണ്ടാണ് കടത്തി വിടുന്നതെങ്കിൽ ബൾബ് സ്വല്പം മങ്ങിയായിരിക്കും കത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻഡക്ടറിലൂടെ ഒരു എ സി കറണ്ട് കടത്തി വിടുമ്പോൾ ഇൻഡക്ടറിൽ ഒരു ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. എങ്ങനെയായിരിക്കും ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ആവുന്നത്? സാധാരണ ഇൻഡക്ടർ നമുക്കറിയാം, ഇൻഡക്ടർ ഒരു കോയിലാണ് അല്ലേ? ഇപ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ നമുക്കറിയാം ഒരു വയറിലൂടെയോ എന്തിലൂടെ ആയാലും കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡക്ടർ ഈ കോയിലിനകത്തുകൂടി കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കടത്തിവിടുന്ന കറണ്ട് എ സി കറണ്ടാണ്. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ കട്ടാവുകയും അങ്ങനെ ഒരു ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഈ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ സർക്യൂട്ടിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഇ എം എഫിന് ഈക്വൽ ആയിരിക്കും, അതുപോലെ ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി ഓർത്തിരിക്കുക, ഇതിനെയാണ് നമ്മൾ ലെങ്സ് ലോ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഇൻഡക്ടറിലൂടെ കടത്തി വിടുന്ന എ സി കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ആ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് തികച്ചും ഓപ്പോസിറ്റ് ആയിരിക്കും, അതുപോലെ ഈക്വലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇവിടെ ഇൻഡക്ടറിൻ്റെ പടമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V = V0 sin ωt എന്നാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന എ സി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് sin ωt വന്നത്? എ സി കറണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് നമ്മുടെ ഇൻഡക്ടറിലുണ്ടാകുന്ന വോൾട്ടേജിന്, ഇൻഡക്ടറിലുണ്ടാകുന്ന ബാക്ക് ഇ എം എഫിന് എന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റും ആയിരിക്കും, പിന്നെ അതുപോലെ ഈക്വലും ആയിരിക്കും. ഈക്വൽ മാഗ്നറ്റിക് ക്വാണ്ടിറ്റി ആയിരിക്കും, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കറണ്ടിനെ, ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജിനെ അല്ലെങ്കിൽ കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യും. അപ്ലൈ ചെയ്യുന്ന കറണ്ടിനെ അത് ഈ ബാക്ക് ഇ എം എഫ് ഒപ്പോസ് ചെയ്യും. ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തടയും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ എന്താ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. V = -LdI/dt ആണ്. ഓക്കെ, അതായത് ഇൻഡക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് -LdI/dt. ഇവിടെ മൈനസ് വന്നതിന് കാരണം ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഓപ്പോസിറ്റാണ് ആ ഇ എം എഫ് ഇവിടെ പ്രൊഡ്യൂസ് ആകുന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. ഓക്കെ, ഇപ്പോൾ dI/dt, ഇപ്പോൾ L എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡക്റ്റൻസ് വാല്യൂ ആണ്, പിന്നെ അതുപോലെ I എന്ന് പറയുന്നത് കറണ്ടാണ്. ഇപ്പോൾ dI/dt എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ചേഞ്ച് ഇൻ കറണ്ട്, ടൈമിനനുസരിച്ച് ആ കറണ്ട് ചേഞ്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് dI/dt. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിതിൻ്റെ രണ്ട് മാഗ്നിറ്റ്യൂഡ് എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ നെഗറ്റീവ് സൈൻ അവിടെ നിന്ന്, നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ആ നെഗറ്റീവ് സൈൻ അവിടെ നിന്ന് കളയുന്നു. അപ്പോൾ LdI/dt = നമ്മുടെ V എന്ന് പറയുന്നത് എന്താണ്? V0 sin ωt. ഇത് ഇവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? V എന്ന് പറയുന്നത് V0 sin ωt എന്ന് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി LdI/dt = V0 sin ωt. അതായത് അവിടെ ഉണ്ടാകുന്ന ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലാണ്. അതാണ് ഞാനിപ്പോൾ അവിടെ ഇക്വേഷനിൽ സൂചിപ്പിച്ചത്. LdI/dt = V0 sin ωt. ഓക്കെ, ഇനി അവിടെ ആ DIനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഈ Lഉം DTനെ ഞാൻ അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോകാണ്. ഇവിടെ അത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. L മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അതുപോലെ DT എന്ന് പറയുന്നത് കറണ്ടിനെ ഡിവൈഡ് ചെയ്ത dI/dt ആണ്. അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോഴേക്കും
നേരെ തിരിച്ചു വരും. അപ്പോൾ എൽ V0/L sin omega t ഇൻറ്റു dt ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DI അതുപോലെ തന്നെ ഇപ്പുറം സൈഡിൽ dt ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡെറിവേറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് DI/dt ഈസ് ഈക്വൽ ടു V0/L. V0/L ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ പുറത്തെടുത്തിരിക്കുന്നത്. sin omega t dt എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇപ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് DI എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവ് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി ആ കറണ്ട് I മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. sin omega t dt ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് I ഈസ് ഈക്വൽ ടു ഈ മൈനസ് കോസ് ഒമേഗ ടിയുടെ മൈനസ് നമ്മൾ കോൺസ്റ്റൻ്റ് ഫ്രണ്ട് ഇട്ടു, മൈനസ് V0/L omega കോസ് ഒമേഗ ടി. ഇനി ഇത് നമുക്ക് ഓൾറെഡി അറിയാം വോൾട്ടേജും കറണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഡെറിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമുക്ക് വോൾട്ടേജ് നമ്മളവിടെ V0 sin omega t നമ്മളവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സൈൻ്റെ ടൈമിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കോസ് ഒമേഗ ടി ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് കോസ് ഒമേഗ ടീനെ നമുക്ക് സൈൻ്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈനസ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത്, അതായത് മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ്. അതായത് സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി. നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു V0/L omega ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് പറയും. അപ്പോൾ ഈ π/2 എന്ന് പറയുന്നത് 90 ആണ്. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 180/2 എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, അപ്പോൾ V0/L omega ഈസ് ഈക്വൽ ടു I0. നമുക്കറിയാം ഈ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന V0/L omega എന്ന് പറയുന്നത് I0 ആണ്, അതായത് വോൾട്ടേജ് ബൈ ഇൻഡക്റ്റൻസ് ആണ്. അവിടെ നമ്മൾ ഓൾറെഡി ഓംസ് ലെവൽ പഠിച്ചിട്ടുണ്ട്. കറണ്ട് I ഈസ് ഈക്വൽ ടു V/R എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ V/L omega, അവിടെ നമ്മുടെ കറണ്ട് തടയുന്നത് ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ് ആണ് L omega. ഓക്കെ, അപ്പോൾ അവിടെ V0/L omega ഈസ് ഈക്വൽ ടു I0 ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ V0/L omega പകരം നമ്മൾ I0 അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു മിനിറ്റ് കണ്ടോ, ഈ V0/L omega പകരം നമ്മളിവിടെ I0 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ I0 sin omega t മൈനസ് π/2. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു AC കറണ്ട് ഒരു ഇൻഡക്ടറിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു I0 sin omega t മൈനസ് π/2. നമുക്കറിയാം നേരത്തെ നമ്മൾ നോക്കിയത് വോൾട്ടേജ് ആണെങ്കിൽ എന്താണ് V ഈസ് ഈക്വൽ ടു V0 sin omega t മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ I ഈസ് ഈക്വൽ ടു I0 sin omega t മൈനസ് π/2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്, V ഈസ് ഈക്വൽ ടു V0 sin omega t, I ഈസ് ഈക്വൽ ടു I0 sin omega t മൈനസ് π/2. അപ്പോൾ ഒരു π/2ൻ്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് അല്ലേ. π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിയുടെ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നുണ്ട്, കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫേസ് ആംഗിൾ ഓഫ് π/2 ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണ്. അതായത് വോൾട്ടേജ് ഇൻഡക്ടറിലൂടെ AC കറണ്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ട് അവിടെ തടയപ്പെടുകയും വോൾട്ടേജ് ലീഡ് ചെയ്യും. വോൾട്ടേജ് 90 ഡിഗ്രി ഇതിൽ ലീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും കറണ്ട് അവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും. അതാണ് ഇവിടെ ഇൻഡക്ടറിലൂടെ AC കറണ്ട് നടത്തിവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടുത്തെ മൂന്നാമത്തെ ഇക്വേഷൻ V0/L omega t I0 എന്ന് പറയുന്ന ഇക്വേഷൻ, അതാണ് ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതുകയാണ്. അതായത് V0/I0 ഈസ് ഈക്വൽ ടു L omega എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇവിടെ ഈ L omega എന്ന് പറയുന്നത് എന്താണ്, അതായത് L omega എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ഓഫ് ഇൻഡക്റ്റൻസ്. ആ ഇൻഡക്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരു കറണ്ടിനെ തടയുന്ന ഒരു ഒപ്പോസ് ചെയ്യുന്ന ഒരു
ഇതിനെ ആ ഒരു ഫാക്ടറിനെ, അതായത് ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എൽ ഒമേഗ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി opposition of an inductor offers to flow AC current. അപ്പോൾ AC കറണ്ട് ഇൻഡക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒപ്പോസിഷനെയാണ് നമ്മൾ സാധാരണ ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ്, അതായത് XL എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ XLൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. XLൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2πfl. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്നത്, അതായത് XL = L ഒമേഗ, അതാണ് അതിൻ്റെ ഫോർമുല, നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. XL = L ഒമേഗ, അതായത് ഒമേഗ എന്ന് പറയുന്ന ഒമേഗയുടെ വാല്യൂ ആണ് നമ്മൾ 2πfl എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 2πfl. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, 2 എന്ന് പറയുന്ന 2 കോൺസ്റ്റൻ്റ് ആണ്, പൈയും കോൺസ്റ്റൻ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നോക്കാറുണ്ട്. നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക? നമ്മൾ ഈ രണ്ട് ഫോർമുല നമ്മൾ എടുത്ത് വയ്ക്കുക, അതായത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഫോർമുല നമ്മളിവിടെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം V = V0 sin ωt ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ഫസ്റ്റ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഗ്രാഫ് ഏറ്റവും ഫസ്റ്റ് 0 എന്നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം sin ωt പകരം 0 കൊടുക്കാം. അപ്പോൾ V = V0 sin 0 ആണ്. sin 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാഫ്. അത് വോൾട്ടേജിൻ്റെ ഗ്രാഫാണ് വരച്ചു കൊടുക്കുന്നത് നമ്മൾ. വോൾട്ടേജിൻ്റെ ഗ്രാഫ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? π/2 ആ വോൾട്ടേജിൻ്റെ ഇതെവിടെ ആയിരിക്കും? അപ്പോൾ നോക്കാം. ഇപ്പോൾ V = V0 sin എത്രയാണ്? π/2 ആണ്. sin π/2 എന്ന് പറയുന്നത് എത്രയാണ്? sin 90 ഡിഗ്രിയാണ്. sin 90 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ sin 90 ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇത് മാക്സിമം വാല്യൂയിലോട്ട് എത്തും, കണ്ടോ? ഇനി എന്ത് ചെയ്യും? അടുത്തത് നെക്സ്റ്റ് വരുന്നത് പൈ ആണ്. പൈയിൽ V = V0 sin π/2. sin π/2 എന്ന് പറയുമ്പോൾ പൈ ആണ്. അത് നെക്സ്റ്റ് വരുന്ന പൈയിലാണ്. അപ്പോൾ sin π എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. sin 180 എന്ന് പറയുന്നത് 0 ആണ്. അത് നേരെ എവിടേക്ക് വരും? വോൾട്ടേജിൻ്റെ ഗ്രാഫ് നേരെ 0ലേക്ക് വന്നു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് sin 3π/2, അതായത് sin 270. ഓക്കെ, 3π/2 എന്ന് പറയുന്നത് 270 ആണ്. sin 270 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ അതാണ് ഈ മൈനസിലോട്ട് ഈ ഗ്രാഫ് ഇങ്ങോട്ട് പോയത്. ഓക്കെ, ഇനി അടുത്ത sin 2π എന്ന് പറയുന്നത് 360 ആണ്. 360 എന്ന് പറയുന്നത് 0 തന്നെയാണ്, അതുകൊണ്ട് വോൾട്ടേജ് ഇതാണ്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് കണ്ടോ? ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് വോൾട്ടേജിൻ്റെ ഗ്രാഫ്. ഓക്കെ, വോൾട്ടേജ് 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പീക്ക് വാല്യൂ π/2ലും അതുപോലെ നെഗറ്റീവ് പീക്ക് വാല്യൂ 3π/2ലും എത്തി. 0 വാല്യൂ പൈയിലും 2πയിലുമാണ് എത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കറണ്ടിൻ്റെ വാല്യൂ നോക്കാം. കറണ്ടിൻ്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. I = I0 sin ωt ആണ്. കറണ്ടിൻ്റെ വാല്യൂ I0 sin ωt ആണ്. അപ്പോൾ നമ്മൾ ആദ്യം sin ωtക്ക് 0 കൊടുക്കുന്നു. sin ωtക്ക് 0 കൊടുക്കുന്നു. sin ωtക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് π/2 എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ -90, sin -90 എന്ന് പറയുന്നത് -1 ആണ്. അതാണ് ഇവിടെ കറണ്ടിൻ്റെ ഗ്രാഫ് -1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ -1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0ലെത്തി. ഇപ്പോൾ 0 എന്ന് പറയുന്നത് π/2 നോക്കാം. π/2 നമ്മൾ ωt മൈനസ് π/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. sin 90 ഡിഗ്രി എത്രയാണ്? 1 ആണ്. sin ωt ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? π/2 കൊടുക്കുന്നത്. അപ്പോൾ sin π/2 മൈനസ് π/2, അപ്പോൾ അവിടെ 0 ആണ്. sin 0 ആണ് വരുന്നത്. അപ്പോൾ sin 0 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ sin 0 π/2 എത്തുമ്പോഴേക്കും 0യിലോട്ട് വരും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് sin π/2 sin π മൈനസ് π/2 ആണ്. π മൈനസ് π/2 എന്ന് പറയുമ്പോൾ എത്ര വരും? π/2 തന്നെയാണ്. അപ്പോൾ sin π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 sin 90 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ അത് ആ ഗ്രാഫ് വീണ്ടും മേലിലോട്ട് വരും.
ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സൈൻ 3π/2. അപ്പോൾ 3π/2 എന്ന് പറയുന്നത് സൈൻ 270 ആണ്. സൈൻ 270 മൈനസ് 90, അപ്പോൾ സൈൻ 180 വരും. ഓക്കെ. സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ആയതുകൊണ്ട് നേരെ വീണ്ടും 0 വരുന്ന ഗ്രാഫ്. അതുപോലെ സൈൻ 2π എന്ന് പറയുന്നതും നേരെ തിരിച്ച് നെഗറ്റീവ് വാല്യൂ -1 പോകുന്നു. 2π - π/2. അപ്പോൾ സൈൻ 3π/2 അങ്ങനെ വരും. അപ്പോൾ അത് -1 വരും. അത് നേരെ വീണ്ടും താഴോട്ട് വരും. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഗ്രാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂയിൽ നിന്ന്, പിന്നെ 0, പിന്നെ പോസിറ്റീവ് വാല്യൂ ഹൈയിലോട്ട് എത്തുന്നു, വീണ്ടും 0-ലെത്തി വീണ്ടും തിരിച്ചു വരും. അപ്പോൾ കണ്ടോ, വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വോൾട്ടേജിൻ്റെ ഗ്രാഫ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോകും. പക്ഷേ ഇവിടെ ഒരു 90 ഡിഗ്രി ലാഗിലാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് പതിയെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസർ ഡയഗ്രമാണ്. ഫേസർ ഡയഗ്രാം താഴെ കൊടുത്തിരിക്കുന്നതാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വോൾട്ടേജിൻ്റെ ഗ്രാഫ് ഇവിടെ ഫേസർ ഡയഗ്രാം നമ്മളിവിടെ വരച്ചു. ഇതാണ് വോൾട്ടേജ്. ഓക്കെ. വോൾട്ടേജ് നമ്മളിത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/t ആണ്, ω/t ആണ്. ഇനി അതുപോലെ കറണ്ട് ആണെങ്കിൽ ഈ ω/t നിന്നും ഈ ഒരു ആംഗിളിൽ നിന്ന് 90 ഡിഗ്രിയാണ് ഇവിടെ ലാഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ, ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ ഫേസർ ഡയഗ്രാമത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. ഇതാണ് സാധാരണ നമ്മുടെ AC കറണ്ട് ഇൻഡക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന AC വോൾട്ടേജിനും കറണ്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് AC കറണ്ട് അപ്ലൈ ടു എ കപ്പാസിറ്റർ. ഇനി കപ്പാസിറ്ററിൽ നമ്മൾ AC കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, പിന്നെ അതുപോലെ ഫേസർ ഡയഗ്രാം ഉണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.